പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അയ്യേ പേടിച്ചേ ഈ കഥ കേൾക്കൂ. കാട്ടിലെ ഏറ്റവും കരുത്തനായ കൊമ്പനായിരുന്നു ജമ്പൻ. അവൻ അകലെ നിന്ന് വരുന്നത് കാണുമ്പോഴേ മറ്റു മൃഗങ്ങൾ പേടിച്ചോടും. ജമ്പൻ വരുന്നുണ്ടേ, കൂറ്റൻ കൊമ്പൻ വരുന്നുണ്ടേ, കാടും കുലുക്കി മേടും കുലുക്കി കാട്ടാറു കലക്കി വരുന്നുണ്ടേ. കാട്ടാറിലെ തെളിനീർ കലക്കി മറിച്ച് മലിനമാക്കുന്നതാണ് മൃഗങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചത്. ജമ്പനെ ഭയന്ന് ആരുമൊന്നും പറയാറില്ലെന്ന് മാത്രം. ഒരു ദിവസം പതിവ് പോലെ അവൻ കാടു വിറപ്പിച്ചോടി വരുന്ന സമയത്ത് മുന്നിലൊരു ചുണ്ടലിയെ കണ്ടു. ചെമ്പൻ ആദ്യമായിട്ടാണ് ചുണ്ടലിയെ കാണുന്നത്. അവൻ ഭയപ്പെട്ടു. ചുണ്ടലിയും ഭയന്നു. അന്യോന്യം ഭയന്ന് രണ്ടുപേരും രണ്ടടി വീതം പുറകോട്ട് നീങ്ങി. ഹയ്യയ്യേ, വെറുമൊരു ചുണ്ടലിയെ കണ്ടിട്ടാണോ ഇത്ര വലിയ കൊമ്പൻ പേടിച്ചോടിയത്? തൊട്ടടുത്ത മരത്തിലിരുന്ന് ചിമ്പുക്കുരങ്ങൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കാട് കുലുക്കി മേടു കുലുക്കി വരുന്നൊരു കൊമ്പച്ചാർ, ചുണ്ടലിയൊന്നിനെ കണ്ടപ്പോൾ അമ്പമ്പോ പേടിച്ചോടി ഒളിച്ചേ. അത് കേട്ടപ്പോൾ ജമ്പൻ ദേഷ്യത്തോടെ ആ മരം കുലുക്കാൻ ചെന്നു. കുരങ്ങച്ചൻ തൊട്ടടുത്ത മരത്തിൻ്റെ മുകളിലേക്ക് ചാടി. എന്നിട്ട് ചുണ്ടലി വന്നേ, ചെറിയൊരു ചുണ്ടലി വന്നേ, മണ്ടച്ചാരാം ജമ്പനെ അയ്യോ പേടിപ്പിച്ചിടാൻ, മാളത്തിൽ നിന്നിറങ്ങി വന്നേ കുഞ്ഞനെലിക്കുട്ടൻ. കുരങ്ങച്ചൻ പാടിയത് കുറ്റിക്കാട്ടിലും മരപ്പൊത്തിലും ഇരുന്ന കിളികളും മൃഗങ്ങളും അണ്ണാന്മാരുമെല്ലാം ഏറ്റുപാടി. അടുത്ത ദിവസം മുതൽ ജമ്പൻ വരുമ്പോൾ മൃഗങ്ങൾ മാറി മാറി ഉറക്കപ്പാടും. ഷൂ 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 ചുണ്ടലിയേ കണ്ടാലോടും മണ്ടച്ചാർ, പേടിത്തൊണ്ടൻ മരമണ്ടൻ ഓടി വരുന്നത് കണ്ടില്ലേ. കാട്ടിലെ ഭൂരിഭാഗം മൃഗങ്ങളും പക്ഷികളും തന്നെ കളിയാക്കുന്നത് കണ്ട് അവന് വലിയ വിഷമം തോന്നി. അവൻ അമ്മ പിടിയാനയോട് സങ്കടം പറഞ്ഞു. അത് കേട്ട അമ്മ അവനെ സമാധാനിപ്പിച്ചു. മോനെ, മറ്റുള്ളവരെ പേടിപ്പിക്കാനും വേദനിപ്പിക്കാനും എളുപ്പം കഴിയും. അവരുടെ മനസ്സിൽ സ്ഥാനം നേടാൻ അത്ര എളുപ്പമല്ല. നീ കുറുമ്പ് കാട്ടാതെ നല്ലവനായി ജീവിച്ചാൽ എല്ലാവരും നിന്നോടൊപ്പം കൂട്ടുകൂടാനെത്തും. സ്നേഹം കൊടുത്താൽ സ്നേഹം ലഭിക്കും, കോപം കൊടുത്താൽ കോപമേ കിട്ടൂ. നല്ലതു ചെയ്താൽ നന്മ ലഭിക്കും, തിന്മകൾ ചെയ്താൽ തിന്മയെ കിട്ടൂ. അമ്മ പറഞ്ഞതനുസരിച്ച് ജമ്പൻ എല്ലാവരോടും സ്നേഹത്തോടെ മര്യാദയോടെ പെരുമാറി തുടങ്ങി. സാവധാനം മറ്റുള്ളവർ അവനെ കളിയാക്കുന്നത് നിർത്തി കുട്ടിക്കൊമ്പനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി.